ഇത്തവണ അതായത് മോദിയുടെ ഈ ഒരു മൂന്നാം ഊഴ ഇത്തവണ വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി ഇന്ത്യയെ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന് വളരെ വലിയ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ മൂന്നാമത്തെ വട്ടവും കഠിന പ്രയത്നം നടത്തിയിട്ടും അവർക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അവർ ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് അവർക്ക് അധികാരത്തിൽ NDA താഴെ ഇറക്കിയിട്ട്. കാരണം ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ എങ്ങനെയെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു കോണിലൂടെ കയറാൻ പറ്റുമോ എന്നുള്ള ശ്രമം. പക്ഷേ അതൊക്കെ തന്നെ യാതൊരു തരത്തിലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 5 വർഷവും അവർ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതായത് ഇത്തവണത്തെ മോദി ഭരണം ആ ഒരു തരത്തിൽ കഴിഞ്ഞ തവണയൊന്നും കണ്ട കണക്കുള്ള ഒരു മോദി ഭരണം ആയിരിക്കത്തില്ല എന്നൊക്കെ പ്രതീക്ഷ ഇരിക്കുന്ന ചിലർ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞതിലും അതിൻ്റെ മുൻപത്തേലും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് തന്നെയായിരിക്കും ഇത്തവണ എന്നുള്ളത് മോദി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മോദി അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് തന്നെയായിരിക്കും. കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും കണ്ട കണക്കുമായിരിക്കത്തില്ല, അതിലും അപ്പുറമുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് തന്നെയായിരിക്കും ഈ മൂന്നാം തവണ മോദി ഗവൺമെൻറ് എന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മറ്റൊരു കാര്യം, അതായത് ഇത്തവണ ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ കുറേയധികം മീഡിയ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരും, അവരെ അനുസരിക്കേണ്ടി വരും, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും യാതൊരുവിധ വാസ്തവവും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ മോദിയുടെ വീണ്ടുമുള്ള പല തീരുമാനങ്ങളും. അതായത് മന്ത്രിസഭാ സമിതികളിൽ BJP വീണ്ടും മേധാവിത്വം നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിലും സമിതി രൂപീകരണത്തിലും വലിയ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ തന്നെ BJPക്ക് തന്നെയാണ് ആ ഒരു മുൻതൂക്കം നിലനിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് ഭൂരിപക്ഷം എല്ലാ സമിതികളിലും BJPക്ക് തന്നെയാണ് ആ ഒരു ഇത്. ഈ പറയുന്ന സഖ്യകക്ഷികൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പല തരത്തിലുള്ള ഇതാണ്. അതിൽ തന്നെ ഭൂരിപക്ഷവും BJPക്ക് തന്നെയാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, BJP എന്താണോ ഉദ്ദേശിക്കുന്നത്, BJP എന്താണോ വിചാരിക്കുന്നത്, അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സഖ്യകക്ഷികളായിട്ടുള്ള ഇപ്പോൾ JDU ആയാലും അതുപോലെ തന്നെ TDP ആയാലും അവരോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ ആ ഒരു തരത്തിൽ അവർ പറയുന്നത് ഇപ്പോൾ BJP എന്താണോ നിർദ്ദേശിക്കുന്നത് അവർ ആ ഒരു തരത്തിൽ അത് അനുസരിക്കുന്നുമുണ്ട്. എന്തായാലും പലർക്കും ഇതൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങളായി മാറുമായിരിക്കാം. കാരണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം തന്നെ ഇന്ത്യ സഖ്യം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നതും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ കൊടുത്ത ആ ഒരു വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും മാധ്യമങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് വേറൊന്ന്, പക്ഷേ നടക്കുന്നത് മറ്റൊന്ന് എന്നുള്ള തരത്തിലാണ്. കാരണം അവർ ചിലപ്പോൾ വിചാരിച്ചിരുന്നത് അതായത് ഇപ്പോൾ ഈ BJP ഇപ്പോൾ ഈ ഭരിക്കുന്ന ഈ ഒരു NDA സർക്കാർ അത് ഈ UPA ഭരണകാലത്ത് UPA ഭരിക്കുന്ന ആ ഒരു സമയത്ത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ആ ഒരു തരത്തിൽ സഖ്യകക്ഷികളുമായിട്ടുള്ളതാണല്ലോ മത്സരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളും കൊടുത്തിരുന്നു. കോൺഗ്രസും ആ ഒരു തരത്തിൽ വളരെ വലിയ വിട്ടുവീഴ്ചകളായിരുന്നു ആ സമയത്തൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു സർക്കാരായിരിക്കും ഇത്തവണ എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പലതും കാണും. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, കോൺഗ്രസ് അല്ല UPA ഭരണം, ആ ഒരു ഇതല്ല ഇപ്പോൾ BJP ഭരണവും നരേന്ദ്രമോദി ഭരണം എന്നുള്ളത്. അതുമാത്രമല്ല കോൺഗ്രസിന് അന്ന് ലഭിച്ച സീറ്റുകളുമല്ല BJPക്ക് ഇപ്പോൾ ഉള്ളത്. BJPക്ക് 240 എന്ന ആ ഒരു കൗണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന TDPയും അതുപോലെ തന്നെ JDUവിനെയൊക്കെ അവരോടൊപ്പം നിർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്നുള്ളതും വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ UPയെ സംബന്ധിച്ചിടത്തോളം അന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. സഖ്യകക്ഷികൾ ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് അന്ന് നിലം പതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയേനെ. BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള നീക്കങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതനുസരിച്ച് തന്നെയായിരിക്കും അവർ ഇത്തവണയും മുന്നോട്ട് പോവുക എന്നുള്ളതും വളരെ വ്യക്തമാണ്. അല്ലാതെ ഇപ്പോൾ NDA സർക്കാർ ഇപ്പോൾ വീഴും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും സഖ്യകക്ഷികളെ ആ ഒരു തരത്തിൽ പലതരം പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നൊക്കെ കരുതിയിരിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമാണെങ്കിൽ തന്നെ ഈ പ്രതിപക്ഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടിത്തെറികളും അതുപോലെ തന്നെ ഐക്യമില്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ പ്രതിപക്ഷം എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഭരണപക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ 5 കൊല്ലം പോകുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ഭാഗത്തു നിന്നും
BJPയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ TDP ആയാലും ഈ പറയുന്ന JDU ആയാലും ഉറപ്പായിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദിയോടൊപ്പം നിന്നാൽ മാത്രമേ അവർക്ക് ഗുണമുള്ളൂ എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം BJP ഗവൺമെൻറ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടത് ഈ പറയുന്ന TDPക്ക് ആയാലും JDUവിനായാലും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനായാലും അതുപോലെ തന്നെ നിതീഷിനായാലും അവർക്ക് ഏറെ പ്രാധാന്യം അവർ കൊടുക്കുന്നത് അവരുടെ സംസ്ഥാനങ്ങൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ പലതരം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ പറയുന്ന BJP സപ്പോർട്ട്, നരേന്ദ്രമോദിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും BJPയോടൊപ്പം നിൽക്കാൻ എന്നതിൽ സംശയമില്ല. അതുമാത്രമല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും BJP വിട്ട് പോയാൽ പോലും BJPക്ക് ഒരു കോട്ടവും തട്ടത്തില്ല എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പറയുന്ന JDUവിനും അതുപോലെ തന്നെ TDPക്കും BJPയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിപക്ഷം വിചാരിക്കുന്ന കണക്കോ ഇന്ത്യ സഖ്യം വിചാരിക്കുന്ന കണക്കോ കോൺഗ്രസ് വിചാരിക്കുന്ന കണക്കോ ഒന്നും തന്നെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വാസ്തവമാണ്. പകരം തങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്നവരെ പിടിച്ചു നിർത്താനെങ്കിലും അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയെങ്കിലും പേർ കൂടെ കുറച്ച് നാളെങ്കിലും നിൽക്കുമെന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മോദിയുടെ ഇപ്പോഴത്തെ, അതായത് തുടക്കത്തിലെ നീക്കങ്ങൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയായിരിക്കും ഈ ഒരു മൂന്നാം മോദി സർക്കാർ എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങൾ തന്നെയാണ്. അതായത് BJP തന്നെ ആയിരിക്കും ആ ഒരു തരത്തിൽ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് JDU അതുപോലെ തന്നെ TDP കാണും എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ സഖ്യകക്ഷികളുടെ ആ ഒരു ഐക്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനിയും അങ്ങോട്ട് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ പറയുന്ന മോദി സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പലർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും ഇനി മോദിയുടെ നീക്കം, BJP NDA സർക്കാർ കൊണ്ടുവരുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.